ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അപ്ഗ്രേഡ് PSC. നമ്മളിന്ന് 2025 ഫുൾ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? 100% അർബുദ സാക്ഷരത. എന്താണ് അർബുദം? ക്യാൻസർ അല്ലേ? അപ്പോൾ ആരെങ്കിലും ഒരാൾ ക്യാൻസർ ആണ് എന്നറിയുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? എത്ര ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാലും ഒന്ന് ഷാറ്റേഡ് ആവും അല്ലേ? കുറച്ചൊന്ന് പേടിക്കും, ഇച്ചിരി ഒന്ന് ഒതുങ്ങും അല്ലേ? അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ കോഡ് പോലെ പറയാണ്. അപ്പോൾ അർബുദമുണ്ട് എന്നറിഞ്ഞാൽ ആൾക്കാർ പൊതുവെ എന്താകും? കോട്ടയിൽ ഒളിക്കുന്ന പോലെ ഒരു അവസ്ഥയാകും അല്ലേ? ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ മുടിയൊക്കെ പോകും, അപ്പം പുറത്തേക്ക് ഇറങ്ങാനൊക്കെ മടിയായിരിക്കും. മടിയെന്നല്ല, ഭയങ്കര ഒരു പേടിയായിരിക്കും, ജീവിതം തീർന്നു പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഒരു കോട്ടയിൽ ഒളിക്കുന്നൊരു ഫീലായിരിക്കും. അപ്പോൾ 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടയ്ക്കൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ മുനിസിപ്പാലിറ്റി ഏതാണ്? സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ മുനിസിപ്പാലിറ്റിയാണ് ശ്രീകണ്ഠപുരം. ഗ്രാമകോടതിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ നിയോജക മണ്ഡലമാണ് വാമനപുരം. ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ നിയോജക മണ്ഡലമാണ് വാമനപുരം. ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? ഓക്കെ, അപ്പോൾ തെരുവ് വിളക്കുകൾ, എല്ലായിടവും തെരുവ് വിളക്കുണ്ട്, സമ്പൂർണ്ണമായിട്ടുള്ള തെരുവ് വിളക്കുള്ള സ്ഥലമാണ് അല്ലേ? അപ്പോൾ അതേതാണ്? പാറളം മീൻസ് ഇപ്പം നമ്മൾ ഇരുട്ടത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റൊന്നുമില്ല, ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മുടെ മുമ്പിൽ ഒരു പാറയൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ തട്ടി വീണ് പോവില്ലേ? അപ്പോൾ ഇവിടെ ഈ പാറളം എന്ന് പറയുന്ന സ്ഥലത്ത് ഫുള്ള് തെരുവുകളൊക്കെ ആയതുകൊണ്ട് എന്ത് വലിയ പാറയുണ്ടെങ്കിലും ആനയുണ്ടെങ്കിലും പേടിക്കേണ്ട, നമുക്ക് കാണാൻ പറ്റും. പാറയുണ്ടെങ്കിലും തട്ടി വീഴത്തില്ല, കാണാൻ പറ്റും. പാറളം. ഓക്കെ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇനി രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ തന്നെ കൃഷിഫാമാണ് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം, എറണാകുളം. എന്താണ് ക്വസ്റ്റ്യൻ? രാജ്യത്തെ തന്നെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷിഫാം. കാർബൺ സന്തുലിതം, കാർബൺ ബാലൻസ്ഡ് എന്നല്ലേ എൻ്റെ അർത്ഥം? അതായത് കൂടുതലുമില്ല കുറവുമില്ല. കാർബണിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഫാമാണ് അല്ലേ? ബാലൻസ്ഡ് ആണ്, അതായത് കൂടുതലുമില്ല കുറവുമില്ല, നമ്മളൊന്ന് ഒപ്പിച്ചങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ അങ്ങനെ ഒപ്പിച്ചങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതാണ് ഒപ്പിച്ച് കൊണ്ടുപോകുന്നു. ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം, എറണാകുളം. ഇനി WHO അതായത് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. അപ്പോൾ നമ്മൾ പ്രായമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോഴിക്കോട്ടിലിരിക്കുന്ന മാതിരി ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. പ്രായമായി എന്ന് കരുതിയിട്ട് ഇങ്ങനെ ജീവിതം ഒരു നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ ഇവൻ പറയുന്ന പോലെ, എന്താ പറയുക, നമ്മുടെ ദുൽഖർ സൽമാൻ പറയും പോലെ ജീവിതം നിൻ്റെയൊക്കെ പോലെ ഒരു കുരുവിക്കൂടല്ല എന്ന് പറയുന്നില്ലേ? അതുപോലെ വയോജനങ്ങൾക്ക് പ്രായമായി നേരത്തെ കോഴിക്കോട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പറന്നങ്ങനെ നടന്നോട്ടെ. അപ്പോൾ കോഴിക്കോടിലിരിക്കേണ്ട ആ കോഴിക്കോടുകാർ പറന്ന് നടന്നോട്ടെ. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. ഇനി വീടുകളിൽ ഒറ്റക്കായി പോയ മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഈ സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതികളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ഒത്തിരി ഇഷ്ടമുള്ള പദ്ധതികളാണ് സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതികൾ. അപ്പോൾ അത് നോക്കാം. സല്ലാപമാണ് കേട്ടോ. വീടുകളിൽ ഒറ്റയ്ക്കായി പോയി മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും. അതായത് ഈ പ്രായമായ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലും അവർ മാത്രമുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന അവസ്ഥയാണ്. കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് വീട്ടിലുണ്ടാകും, അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ എന്തായിരിക്കും? അബ്രോഡ് സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവർ മാത്രം, പ്രായമായ ആൾക്കാർ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അവർക്കൊന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ആ വീട്ടിലോട്ട് ആരെങ്കിലും ഒന്ന് ചെല്ലുകയാണെങ്കിൽ അവരുടെ ആ സമയത്തൊരു ലക്ഷറി എന്ന് പറയുന്നത് അവരോട് നമ്മൾ കുറച്ച് നേരം മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്, ഒന്ന് സല്ലപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പദ്ധതി കിട്ടുമല്ലോ, സല്ലാപം പദ്ധതി. ഇനി രാജ്യത്താദ്യമായി സമ്പൂർണ്ണമായി IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. IoT ഉപയോഗിച്ചിട്ട് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കാട്ടാക്കടയാണ്, കാട്ടാക്കട. ഇനി കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് ഏതാണ്? കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ്
ഏറനാടാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ISO അംഗീകാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? പോലീസുകാരാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ ആർത്തുല്ലസിക്കും. അപ്പോൾ അർത്തുങ്കലാണ് എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ഇത് താലൂക്ക് ഓഫീസാണ് അല്ലേ? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച താലൂക്ക് ഓഫീസ്. അപ്പോൾ താലൂക്ക് ഓഫീസ് ആണെങ്കിലും എന്താ, അവർ ഏറെ പറഞ്ഞു നടക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നാട്ടിൽ മുഴുവൻ അവർ പറഞ്ഞു നടക്കും. ഏറെ അവർ നാട് മുഴുവൻ പറഞ്ഞു നടക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടി. അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയും അല്ലേ? ഏറെ പേർ അറിയും ഇങ്ങനെ ഒരു അംഗീകാരം ഇവിടുത്തെ താലൂക്ക് ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റെക്കഗ്നിഷനൊക്കെ കിട്ടിയാൽ, നാലാൾ നമ്മൾ അറിഞ്ഞു എന്നൊക്കെ തുടങ്ങിയാൽ നമ്മൾ പിന്നെ ഇത്തിരി ലുക്കിലല്ലേ നടക്കുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. ലുക്ക്, താലൂക്ക് അങ്ങനെ ഓർത്താൽ മതി. ലുക്ക്, നമ്മൾ കുറച്ച് ലുക്കിലേ നടക്കുള്ളൂ. താലൂക്ക് ഓഫീസാണ് എന്ത്? ഏറനാട്. അപ്പോൾ ISO സർട്ടിഫിക്കേഷൻ കിട്ടി, ഏറെ ആൾക്കാർ നാട് മുഴുവൻ അറിഞ്ഞു കിട്ടിയത്. അപ്പോൾ ലുക്കിൽ നടക്കാൻ തുടങ്ങി, താലൂക്ക് ഓഫീസ്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് അല്ലേ? നല്ല തൃപ്തിയുള്ളൊരു വാർത്ത, കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു തൃപ്തിയുള്ള വാർത്ത. സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത്. ഞാനെന്താ പറഞ്ഞത്? തൃപ്തിയുള്ള വാർത്ത. അപ്പോൾ അതേതാ? തൃപ്പങ്ങോട്. ഓക്കെ. ഇന്ധന ചെലവില്ലാതെ കായലിൽ സവാരി നടത്താൻ വേണ്ടി കഴിയുന്ന ടൂറിസം മേഖലയിൽ കൊണ്ടുവന്ന ആദ്യത്തെ സോളാർ വള്ളമാണ് കാതിരവൻ. ഓക്കെ. അപ്പം ഇന്ധന ചെലവൊന്നുമില്ല, പിന്നെ എന്താ പറയുക, സോളാർ വള്ളമാണ് കാതിരവൻ. ആദ്യമായിട്ട് കൊണ്ടുവന്ന സോളാർ വള്ളമാണ് കാതിരവൻ. ഇനി പ്രവാസികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക പരിപാടികളും നോർക്കേൻ്റെതാണല്ലോ. അപ്പോൾ ഇതും ഒരു നോർക്കേൻ്റെ പേര് വെച്ചാണ്, നോർക്ക കെയർ. പ്രവാസികൾക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെ? മലമ്പുഴയാണ്, കവ ഇക്കോ ക്യാമ്പിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക്. എന്താണ് ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക്? കാരവൻ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ഏരിയാസിൽ ഉണ്ടാവുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ വേണമെങ്കിൽ അതുണ്ട്, പാർക്കുകൾ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഹൈബ്രിഡായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാ സിസ്റ്റവും ഉള്ള എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന കേരളത്തിലെ ആദ്യത്തെ പാർക്കാണ് മലമ്പുഴയിലുള്ള കവ ഇക്കോ ക്യാമ്പ്. മലമ്പുഴയിലെ കവ ഇക്കോ ക്യാമ്പ്. അത് ഓർക്കാൻ നമുക്ക് എളുപ്പമല്ലേ? അതായത് ഇപ്പോൾ കാരവൻ അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ കാരവൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ക്യാരാവൻ അല്ലേ? അപ്പോൾ ഈ രാ എങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കവ. എവിടെയത്? മലമ്പുഴ. കവ എക്കോ പാർക്ക്, എക്കോ ക്യാമ്പ്, മലമ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും നിലവിൽ വരുന്നത് എവിടെയാണ്? അതായത് ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അഡ്വഞ്ചർ അക്കാദമിയും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. തിരുവനന്തപുരത്തെ ശാസ്താംപാറ. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അതുപോലെ അഡ്വഞ്ചർ അക്കാദമി രണ്ടും നിലവിൽ വരുന്നത് ശാസ്താംപാറയാണ്. ഓക്കെ. അഡ്വഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പാറ കയറുന്ന, ഇപ്പം ഫുള്ള് റീലൊക്കെ അതല്ലേ, മറ്റേ ഹരിഹർ ഫോർട്ട് കയറുന്ന അങ്ങനെയൊക്കെ ഓരോ പാറകളൊക്കെ കയറുന്നതാണല്ലോ ഫുള്ള് അഡ്വഞ്ചറായിട്ട് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസം അഡ്വഞ്ചർ അക്കാദമി എന്ന് പറയുമ്പോഴും ആ പാറയുണ്ട്, ശാസ്താംപാറ തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറഡുക്ക ഏത് ജില്ലയിലാണ്? കാറഡുക്ക സ്ഥലത്തിൻ്റെ പേര് കാറഡുക്ക. ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. നമുക്ക് എങ്ങനെ ഓർക്കാം? സ്ഥലത്തിൻ്റെ പേര് എങ്ങനെ? കാറഡുക്ക അല്ലേ? അപ്പോൾ കാറഡുക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? കാറെടുക്കുക. നമ്മൾ പുതിയ കാറൊക്കെ എടുക്കുമ്പോൾ ആരാണേലും അവരവരുടെ വിശ്വാസം അനുസരിച്ച് അതത് ഗോഡിനോട് പ്രാർത്ഥിക്കൂലേ, ദൈവത്തിനോട് പ്രാർത്ഥിക്കും. മുസ്ലിങ്ങളാണെ പഠിച്ചോനെ കാത്തോണേ, അപകടമൊന്നും വരുത്തല്ലേ, നല്ല രീതിയിൽ പോകാൻ പറ്റണേ. ഹിന്ദുക്കളാണെ ദൈവമേ. അപ്പോൾ ക്രിസ്ത്യൻസ് ആണ് കർത്താവേ. അങ്ങനെ ആരാണോ അവരവരുടെ ഗോഡിനെ വിളിക്കും. അപ്പോൾ കാറെടുക്ക, നമ്മൾ കാറെടുക്കുമാരെ വിളിക്കും, ഗോഡിനെ വിളിക്കും. കാസർഗോഡ്. കാറെടുക്ക ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. എന്തിനാണ് കാറെടുക്ക ഫേമസ് ആയത്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയതാണ് കാറെടുക്കയിൽ. ഓക്കെ അല്ലേ? അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏതാണ്? സ്കൈ ഡൈനിങ് ആരംഭിച്ചത്. നമ്മൾ സ്കൈ ഡൈനിങ്ങിനൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? അതായത് അത്രയും ടോപ്പിലിരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഈ പോകുന്ന അത്ര ഒരു ഉഷാറ് പിന്നെ ഉണ്ടാവില്ല അല്ലേ? അതായത് ഇപ്പോൾ എത്ര ഹൈറ്റിലോട്ടാണ് എന്നൊക്കെ കാണുമ്പോൾ ഒന്ന് ബാക്കോട്ടേക്ക് നിൽക്കും, കയറണോ വേണ്ടയോ, എന്താ ഒരു ഇച്ചിരി പുറകോട്ടേക്ക് പോകും. അപ്പോൾ ബാക്കോട്ടേക്ക് നിൽക്കും. ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡ്. സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ 3 പ്രധാന അവയവങ്ങൾ 3 പേർക്ക് മാറ്റിവെച്ച സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഓക്കെ. ഒരാളുടെ 3 അവയവം 3 പേർക്ക് ഒരു ദിവസം മാറ്റിവെച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ. സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാന
സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ മൂന്നാമത്തെ മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഒരാളുടെ 3 അവയവങ്ങൾ 3 പേർക്ക് വെച്ചു. പിന്നെ ശ്വാസകോശ ശസ്ത്രക്രിയ നടത്തി 2 നേട്ടവും നേടിയത് ആരാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം അതും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അത് ഓർക്കാൻ എളുപ്പം അല്ലേ? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താ? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയല്ലേ? അപ്പം കട്ട പിടിക്കാത്തത് കട്ട കോട്ട ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കോഡാണ്. അപ്പം കോട്ടയം. ഓക്കെ അല്ലേ? സംസ്ഥാനത്ത് ആദ്യമായി NABH അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 4 ഫാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, സർക്കാർ മേഖലയിൽ ഒരു ദിവസം ഒരാളുടെ 3 പ്രധാന അവയവങ്ങൾ 3 പേർക്ക് വെച്ചു. സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് കേരളത്തിൽ നടത്തി. ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കേരളത്തിൽ കൊണ്ടുവന്നു. കേരളത്തിൽ ആദ്യമായി NABH അക്രഡിറ്റേഷൻ ലഭിച്ച മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഓക്കെ, ഇനി ഭിന്നശേഷിക്കാരുടെ കുറച്ച് പോയിന്റ്സ് ആണ് നോക്കാം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് KRFM. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിക്കാർ ഫിസിക്കലി ചാലഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം അല്ലേ? അങ്ങനെ തന്നെ ഓർത്താൽ മതിയല്ലോ. അത് കെയർ പിന്നെ റേഡിയോ ആണല്ലോ, അപ്പോൾ FM KRFM. ഇനി ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഏത് ജില്ലാ ഭരണകൂടമാണ് അവർക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്? കോഴിക്കോട്. സഹമിത്ര കോഴിക്കോട്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. ഒരുപാട് തവണ നിലവിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അംഗപരിമിതർക്ക് ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് പരിരക്ഷ. ഓർക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് നമ്മൾ ഓർക്കുക? അംഗപരിമിതർക്ക് അല്ലേ? പരിമിതർക്കല്ലേ? ആ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പം അംഗപരിമിതർക്ക് എന്ത് കൊടുക്കാനാ? രക്ഷ കൊടുക്കാൻ പരിരക്ഷ. അംഗപരിമിതർക്ക് രക്ഷ കൊടുക്കാൻ പരിരക്ഷ. ഓക്കെ അല്ലേ? കുറേ തവണ ചോദിച്ചു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയും കൂടി ആയതുകൊണ്ട് ഓർത്തിരിക്കണം. ഭൗതിക വെല്ലുവിളികളെക്കുറിച്ചും അത് നേരിടുന്നവരെക്കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാൻ സാമൂഹിക നീതി വകുപ്പ് തന്നെ കൊണ്ടുവന്ന പദ്ധതിയാണ് അൻപ് അല്ലേ? അപ്പോൾ ഭൗതികപരമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഭൗതിക വെല്ലുവിളിയുള്ള ആളുകൾ, അതുപോലെ അവരെക്കുറിച്ച് നമുക്ക് സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഒരു അവബോധം കൊടുക്കാൻ വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് കൊണ്ടുവന്ന ക്യാമ്പയിനാണ് അൻപ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പിന്നെ ഭൗതിക വെല്ലുവിളിയുള്ള ആൾക്കാരോട് നമുക്ക് കുറച്ച് അൻപും ദയയും കാരുണ്യമൊക്കെ വേണം അല്ലേ? നമ്മൾ അവരെ കാണുമ്പോൾ മാറിപ്പോകാനൊന്നും പാടില്ല. നമ്മൾ കുറച്ച് അൻപുള്ളവരായിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മളാണ് അവരോട് അൻപ് കാണിക്കേണ്ടത്. ഓക്കെ, അൻപ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സ്ഥാപിതമാവുന്നത് കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണ്. ഓക്കെ, അപ്പോൾ ബാറ്ററി എനർജി സ്റ്റോറേജ് നമ്മുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ, നമ്മുടെ ബാറ്ററി തീർന്നു പോവാണ്, എനർജി തീർന്നു പോവാണെന്ന് തോന്നുക, നമ്മൾ ആരോടാണ് പരാതി പറയുക? ഗോഡിനോടല്ലേ പറയുക? അപ്പം കാസർഗോഡിലെ മയിലാട്ടി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നമുക്കിങ്ങനെ എന്ത് ചെയ്യാം? ഇമാജിനേറ്റ് ചെയ്യാം. അതായത് ഈ പറയുന്ന ഒറ്റപ്പാലത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലോട്ട് നമ്മളിങ്ങനെ ഫിസിക്കലി ചാലഞ്ചർ ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്. അങ്ങനെ നമ്മൾ അവരെ അകത്തേക്ക് കയറ്റി വിട്ടാൽ അവർക്ക് അറിയാത്ത ക്രൗഡല്ലേ അല്ലേ? അങ്ങനെ അറിയാത്ത ആൾക്കാരാവുമ്പോൾ അവരല്ല, നമ്മളാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഒരു മടിയല്ലേ, ഒന്ന് മിങ്കിളാവണം അല്ലേ? എന്നാലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഒറ്റക്കല്ലേ നിൽക്കുക? അങ്ങനെ ഒരു സ്റ്റേഡിയത്തിലോട്ട് കടത്തി വിടുമ്പോൾ ഒറ്റക്കല്ലേ നിൽക്കുക? അപ്പോൾ അതാണ് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് ഒറ്റപ്പാലം. ഇനി 2024 സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഔദ്യോഗികമായിട്ട് കാർബൺ സന്തുലിത പദവി ലഭിച്ച ആദ്യ വീട്, ഇത് വീടാട്ടോ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? കാർബൺ സന്തുലിത പദവി ലഭിച്ച ഫാമാണ് ഒക്കൽ അല്ലേ? ഇത് വീട് ഏതാ? മേട വീട്ടിൽ എന്തില്ല? കാർബണൊന്നും കാര്യമായിട്ടില്ല. മേട കോഴിക്കോട് വേങ്ങേരിയിലാണെന്നുള്ളത് ഓർത്തിരിക്കണം. കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നിള എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ്. ആരാ ഉൽപ്പാദിപ്പിച്ചത്? കേരള കാർഷിക സർവകലാശാലയാണ് ഉൽപ്പാദിപ്പിച്ചത്. പഴങ്ങളിൽ നിന്നുണ്ടാക്കിയ കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നിള. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ്റെ പേരാണ് ഷോണിമ. അത് വികസിപ്പിച്ച സ്ഥാപനമാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല. നമ്മളെ കേരളത്തിലാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ.
വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ് വികസിപ്പിച്ചത്. വെള്ളാനിക്കര. ഇനി കുട്ടനാട്ടിലെ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് പുണ്യ, ആദ്യ. ഈ നെൽവിത്തുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പോരാത്തതിന് MS സ്വാമിനാഥൻ ഇപ്പോൾ ഒരു കറണ്ട് അഫയർ ടോപ്പിക് കൂടെയാണ്, അതുകൊണ്ട് എന്തായാലും ഓർത്തിരിക്കണം. കുട്ടനാട്ടിലെ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് പുണ്യ, ആദ്യ. നെൽവിത്തുകളാണ്. അതായത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് ഭക്ഷണം കിട്ടുക, ചോറ് കിട്ടുക എന്ന് പറയുന്നത് നമുക്കതൊരു പുണ്യം ചെയ്ത എന്തോ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് കിട്ടുന്നത് അല്ലേ. വിശന്ന് നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് തെരുവിലൂടെ. അപ്പം നമുക്ക് എന്തോ ഒരു പുണ്യമാണത്. അരി നെല്ല് കിട്ടുന്നത്, അരി കിട്ടുന്നത് എന്നുള്ളത് പുണ്യമാണ്. അങ്ങനെ ഓർക്കാലോ. അതുപോലെ തന്നെ ആദ്യയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോടുകൂടിയ നെല്ലിനമാണ് ആദ്യത്തെ വെള്ള അരിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് എന്തായത്, ആദ്യ എന്നായത്. MO24 എന്നും അതിന് പേരുണ്ട്. ഓക്കെ അല്ലേ. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. കുറേ നല്ല ഫാക്ട്സ്, നല്ല നമുക്ക് ബേസിക് ചോദിക്കാൻ പറ്റിയ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ പറഞ്ഞു, ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. എന്തായാലും ഇത് വെറുതെ ആവില്ല. കാരണം നമുക്കറിയാം ഇയർ എൻഡിങ് കറണ്ട് അഫെയർ ആയിട്ട് PSC തൊട്ടടുത്ത വർഷം, അതായത് ഇതിപ്പോൾ 2026 ജനുവരിയിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ ഫാക്ട്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഇനിയിപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ വരെയുള്ള നമുക്കിനി വരാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിനേക്കാളും ഒരു പടി മുമ്പിലോട്ടായിട്ട് PSC എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇത് എന്തായാലും നിങ്ങൾ മറക്കാതെ ക്ലാസ് കണ്ട് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതി പഠിക്കുക. നോട്ട്സ് എഴുതുന്നില്ലെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് കേട്ട് നോക്കുക. അത്രയല്ലേ ഒരു ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.